എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. ഒരു മലയാളി കുടുംബത്തെ, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ ആൽബിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് കാൺപൂരിൽ ഖാത്തംപൂർ എന്ന ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ രാവിലെ, അതായത് 13-ാം തീയതി ജനുവരി 13, 2026 രാവിലെ ഇവരുടെ വീടുകൾ വളയുകയും ഇവരെ ബലമായി കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ പാസ്റ്റർ ആൽബിൻ സ്വതന്ത്രമായ ഒരു സുവിശേഷ പ്രവർത്തകനാണ്. വളരെ ദീർഘവർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നയാളാണ്. എന്നാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പല സംഘടനകളും തൻ്റെ സഹപ്രവർത്തകരും ഒക്കെ വളരെ ആശങ്കയിലായിരുന്നു. പല ആളുകളെയും വിളിച്ചു പറയുകയും പല സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ ഭീം ആർമി പാർട്ടി പ്രവർത്തകർ, അതായത് മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ് MP ആയ ചന്ദ്രശേഖർ ആസാദ് എന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭീം ആർമി പാർട്ടി. ഈ ഭീം ആർമി പാർട്ടിയുടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തുകയും ശക്തമായ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് പല ആളുകളുടെ ഇടപെടൽ നിമിത്തം വൈകുന്നേരത്തോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 3 കുട്ടികളെയും 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിന്മേൽ വിട്ടയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാൺപൂരിലുള്ള ചില സുവിശേഷ പ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ് എന്നും തൻ്റെ ഭാര്യയെയും മക്കളെയും വിട്ടയച്ചു എന്നുള്ളതുമാണ് അറിയുവാനായിട്ടിടയായിത്തീർന്നത്. പൊതുവെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തകർക്ക് വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നത്. പല ആളുകളും ജയിലിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുവിശേഷ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നതായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഭീം ആർമി പാർട്ടി ഉത്തർപ്രദേശിൽ ഈ ക്രിസ്തീയ സമൂഹത്തിന് വലിയ ഒരു പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എവിടെ പ്രശ്നങ്ങളുണ്ടായാലും ഭീം ആർമി പാർട്ടി പ്രവർത്തകരെ വിവരമറിയിച്ചാൽ അവരൊരു സംഘടിത ശക്തിയായി കൂട്ടത്തോടുകൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഈ വിഷയത്തെക്കുറിച്ച് വളരെ കാര്യഗൗരവമായി തന്നെ അവർ ഇടപെടുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ നിരവധി പാസ്റ്റേഴ്സ് ഇപ്പോഴും ജയിലിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും പെന്തക്കോസ്റ്റൽ സംഘടനകളും മറ്റ് ക്രൈസ്തവ സംഘടനകളും വളരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ നാഷണൽ പ്രസിഡന്റ് ശ്രീ ബാബു പറയത്തുകാട്ടിൽ വളരെ ശക്തമായ പ്രതിഷേധം സംഘടനയുടെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. പൊതുവെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഐക്യത ഈ കാലഘട്ടങ്ങളിൽ സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ പോലുള്ള സംഘടനകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 14 മണ്ഡലങ്ങളിൽ പെന്തക്കോസ്റ്റൽ സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള ഒരു ക്രമീകരണവും പെന്തക്കോസ്റ്റൽ കൗൺസിൽ, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുവാൻ MLA-മാർ, MP-മാർ, മന്ത്രിമാർ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ള വലിയ ചിന്തയോടുകൂടിയാണ് ഇത്തരം സമീപനങ്ങൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കാൺപൂരിൽ നടന്ന ഈ സംഭവം സുവിശേഷ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പോലീസ് വളഞ്ഞ് അവരെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുകയും
പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട്, അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തോട് വളരെ ധാർഷ്ട്യമായി പെരുമാറുകയും ചെയ്ത ഈ പോലീസിൻ്റെ നടപടികളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അനുവാദമുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പോലീസിൻ്റെ ആക്രമണങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ക്രൈസ്തവ സംഘടനകളും അതോടൊപ്പം തന്നെ പെന്തക്കോസ്റ്റൽ സംഘടനകളും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഈ പാസ്റ്ററുടെ തുടർന്നുള്ള ഇദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം.